ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മലബാറുകാരുടെ ഇഷ്ടപലഹാരമായ കലത്തപ്പമാണ്. കുക്കറപ്പം എന്നും പലയിടത്തും പറയാറുണ്ട്. വളരെ ഈസി ആയിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കലത്തപ്പമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. പച്ചരി അരച്ചുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്. പലരും അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കാറുണ്ട്. നോക്കാം. അപ്പോൾ നമുക്ക് കലത്തപ്പത്തിന് എന്തെല്ലാം വേണമെന്ന് നോക്കാം. ഞാൻ ഇവിടെ എത്തിക്കുന്നത് പച്ചരിയാണ്. പച്ചരി ഞാൻ ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്തതാണത്. വെള്ളത്തിലിട്ട് കുതിർത്ത് കഴുകി എടുത്ത് വെച്ചതാണ്. 1 കപ്പ് പച്ചരിയാണ്. 1 കപ്പ് പച്ചരി ഒരു 5 മണിക്കൂർ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകി എടുത്തതാണിത്. 1 കപ്പ്. പിന്നെ 1/2 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് ചോറ്, പിന്നെ ഒരു കാഷ്യൂ നട്ട്, ഒരു 10 കാഷ്യൂ നട്ട്സ്, ഒരു 2 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ജീരകം, നല്ല ജീരകമാണ്, പിന്നെ 3-4 ഏലക്കായ, പിന്നെ ഒരു 5 ശർക്കര വേണം. ഞാനത് മെൽറ്റാക്കി വെച്ചിട്ടുണ്ട്, ഉരുക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ചേർത്തിട്ട്. പിന്നെ വേണ്ടത് നമുക്കിത് അരയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം, കുറച്ച് ബേക്കിംഗ് സോഡ, ഉപ്പ്, പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. തേങ്ങാക്കൊത്ത് എത്ര എടുത്തതെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. നോക്കാം. അപ്പോൾ നമുക്ക് അരച്ചെടുക്കാൻ ഞാനിവിടെ ആദ്യം എടുക്കുന്ന 1/2 കപ്പ് നമ്മൾ എടുത്തു വെച്ച ചോറ് ആദ്യം ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്തു വെച്ച 1 കപ്പ് പച്ചരി കുതിർത്തത് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. 1 കപ്പാണ് പച്ചരി കുതിർത്ത് കഴുകി വെച്ചതാണ് പച്ചരി കുതിർത്തത്. പിന്നെ 1/2 കപ്പ് നാളികേരം ചിരകിയത്, 1/2 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ നമ്മൾ എടുത്തു വെച്ച 3 ഏലക്കായ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ജീരകം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിത് നല്ലോണം അരച്ചെടുക്കണം, നല്ലപോലെ അരച്ചെടുക്കണം. അത് അപ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ആദ്യം ഒരു 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് ശർക്കര മെൽറ്റാക്കി ഇത് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിത് അരച്ചു കൊണ്ടുവരാം. 1/2 കപ്പ് വെള്ളം ചേർത്ത് അരച്ചെടുത്താൽ മതി. പിന്നെ ശർക്കര മെൽറ്റാക്കി ഒഴിച്ച് കഴിഞ്ഞിട്ട് വെള്ളം പോരെങ്കിൽ മാത്രം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിത് അരച്ചു കൊണ്ടുവരാം. അപ്പോൾ നമ്മുടെ മാവ് ഇതാ അരച്ച് കൊണ്ടുവന്നുണ്ട്. നല്ല മഷി പോലെ ഞാൻ അരച്ചിട്ടുണ്ട്. വെള്ളം അധികം വേണ്ട, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ഇതിലേക്ക് ശർക്കര ഉരുക്കിയതും കൂടെ ഒഴിച്ചു കൊടുക്കണം. ശർക്കര ഉരുക്കിയത് ഒഴിക്കുമ്പോൾ നല്ല ചൂടോടെ നമ്മൾ ആ മെൽറ്റാക്കി വെച്ചിരിക്കുന്ന അതേ ആ ചൂടോടെ വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. ഒഴിക്കുമ്പോൾ തന്നെ നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കും വേണം. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ അത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക. ശർക്കരപ്പാവാണ്. ശർക്കരപ്പാവ് ഒഴിച്ച് നല്ല അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി കൊടുക്കണം നമ്മൾ. പിന്നെ അതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെയും നമ്മുടെ ദോശമാവിലേക്കൊട്ടും കുറച്ചും കൂടെ കട്ടി കുറച്ചിട്ട് വേണം നമുക്ക് ഈ മാവ് അരച്ചെടുക്കേണ്ടത്. പിന്നെ വെള്ളം കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ തിളപ്പിച്ചൊഴിച്ചാൽ മതി. നമ്മൾ ഇതിലേക്ക് നമുക്ക് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കാം. അത് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. എൻ്റെ ശർക്കരയ്ക്ക് കളറ് കുറവാണ്, അതാണ് ഈ കളറായിട്ടിരിക്കണം. മധുരമൊക്കെ പാകത്തിനുണ്ട്. ഇനി നമ്മളിത് ഉപ്പും കൂടി ഇട്ട് ഇളക്കി ഒരു 30 മിനിറ്റ് മൂടി വയ്ക്കുക, അനക്കാതെ വയ്ക്കുക. ആ സമയം നമുക്ക് ഒരു കുക്കറിൽ, നമ്മളത് കുക്കറിലാണല്ലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ കുക്കറിൽ നെയ്യിട്ട് നമ്മൾ തേങ്ങാക്കൊത്തും കശുവണ്ടിയും വെള്ളമൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. ഈ കുക്കർ ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് തേങ്ങാക്കൊത്ത്, ഞാൻ ഇത്രയും തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. ഇതൊരു 3 ടേബിൾ സ്പൂൺ ഉണ്ടാവും തേങ്ങാക്കൊത്ത്. നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുക്കർ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്.
നെയ്യൊന്ന് എല്ലാ ഭാഗത്തേക്കും ചുറ്റിച്ച് കൊടുക്കുക. ശേഷം നമുക്ക് എടുത്ത് വെച്ച ചൂടായിട്ടുണ്ട് തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. 2 തേങ്ങാക്കൊത്ത് കൂടാതെ വരുന്നത്. ഓക്കെ, നമ്മുടെ തേങ്ങാക്കൊത്ത് നമുക്ക് നല്ലോണം ഫ്രൈ ചെയ്ത് ഒരു ബ്രൗൺ കളറാകുമ്പോൾ, കരിഞ്ഞു പോയത് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റി വയ്ക്കാം. നമ്മുടെ തേങ്ങാക്കൊത്ത് നല്ല ഫ്രൈ ആയി വന്നിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമ്മുടെ നട്ട്സ് ഫ്രൈ ആയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. നട്ട്സ് ഇടണമെന്നൊരു നിർബന്ധമില്ല, തേങ്ങാക്കൊത്ത് മാത്രം ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിതിലേക്ക് എള്ളിട്ട് കൊടുക്കുകയാണ്. എള്ളൊന്ന് ചൂടാക്കി എടുക്കാം. കരിയാതെ എള്ളൊന്ന് പൊട്ടിച്ചാൽ മതി. ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് കോരിയെടുക്കാം. അത് നമുക്കിങ്ങനെ ഈ നാളികേരക്കൊത്തൊക്കെ അതിൽ കടിക്കാനുണ്ടാവണം. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. വല്ലാതെ ബ്രൗൺ കളറാക്കി എടുക്കണ്ട, അപ്പോൾ കരിഞ്ഞു പോകും. ചൂടായിട്ടുണ്ട്, ഇത് നമുക്ക് കോരിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ എള്ളൊക്കെ ഞാൻ ഫ്രൈ ചെയ്ത് കോരി എടുത്തിട്ടുണ്ട്, മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ കുറച്ചുകൂടെ ഒരു ടീസ്പൂണും കൂടെ നെയ്യ് ചേർത്തിട്ട് നമുക്കിത് ഈ കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കണം. കാരണം നമ്മൾ ഈ കുക്കറിലേക്ക് നേരിട്ടാണ് കലത്തപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് എല്ലാ ഭാഗത്തെയും ചുറ്റിച്ച് കൊടുക്കുക. ഇനി നമുക്കത് നല്ല ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിലിട്ട് നല്ലോണം ചൂടാവണം. അതിൽ നിന്ന് നല്ല ആവി വരണം. അപ്പോൾ മാത്രമേ നമ്മുടെ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അതിന് മുന്നേ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച തേങ്ങാക്കൊത്തും കാഷ്യൂ നട്ട്സ് എള്ള് ഒക്കെ നമുക്ക് അതിലിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം നമ്മുടെ മാവ് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂ നട്ട് തേങ്ങാക്കൊത്തും എള്ളും ഇട്ട് കൊടുക്കാറുണ്ട്. ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലോണം എല്ലാം നല്ലോണം മിക്സാക്കി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ മാവ് അരച്ച് വെച്ചിട്ട് ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. നമ്മളിതിലേക്ക് ഒഴിക്കാറാവുമ്പോൾ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അത് നമ്മൾ ആദ്യം ഇടരുത്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. ബേക്കിംഗ് സോഡ അങ്ങനെ ഒരു ഭാഗത്ത് മാത്രമായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ എല്ലാവർക്കും ആവാൻ നല്ലോണം നമ്മൾ ഇളക്കി കൊടുക്കണം. ഞാനൊരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലപോലെ എല്ലായിടത്തേക്ക് ആ ബേക്കിംഗ് സോഡ എല്ലായിടത്തേക്ക് എത്തണം. നമ്മളൊരു നുള്ളേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കുക്കർ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളുടെ മാവ് ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കാം. നേരിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 2 വയ്ക്കേണ്ടവർക്ക് 2 വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ മൊത്തമായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ മൂടിയിൽ വെയിറ്റ് ഊരിയിട്ട് വേണം അത് മൂടി വയ്ക്കാൻ. അപ്പം ഞാൻ കുക്കർ അടയ്ക്കാൻ പോവാണ്. ഇതിൻ്റെ വെയിറ്റ് ഞാൻ ഊരിയിട്ടുണ്ട്. ഇത് അടച്ച് വയ്ക്കുക. അപ്പം ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതിൽ ആവി വന്നു തുടങ്ങുമ്പോൾ നല്ലോണം ആവി വരും. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. നമ്മുടെ കലത്തപ്പം ഇപ്പോൾ ഞാൻ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കത് തുറന്ന് നോക്കാം. ചൂടാറി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം. അത് നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് അങ്ങനെ നടുവിൽ നോക്കുക. കുഴപ്പമൊന്നുമില്ല, അത് വെന്ത് വന്നിട്ടുണ്ട്. അത് ക്ലീനായിട്ട് വന്നാൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടുവരാം. നമ്മുടെ കലത്തപ്പം അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ നമ്മുടെ കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ലെയേഴ്സ് ആയിട്ടാണ് വരേണ്ടത്. കണ്ടില്ലേ, ഇത് കറക്റ്റ് വന്നിട്ട് നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്